Good afternoon, Miss. Good afternoon. Good afternoon, Miss. Welcome to our class. എന്താണ് ജസ്റ്റസ്? എടാ ഗുഡ് മോർണിംഗ് വന്നില്ല. വെൽക്കം ടു അവർ ക്ലാസ് വന്നുള്ളൂ. എല്ലാവരും റെഡിയാണോ? റെഡിയാണ് സർ. Yes. Ready. Yes. Take your Hindi textbook. എല്ലാരും വീഡിയോ ഓൺ ചെയ്തിരുന്നേ ഒന്ന് ക്ലാസ്സില്. വീഡിയോ ഓൺ ചെയ്തിരിക്കുക നിർബന്ധമാണ്. എല്ലാരും വീഡിയോ ഓൺ ചെയ്യണേ. ഞാൻ ഒന്ന് പെൻ എടുത്തു. ഗുഡ് ആഫ്റ്റർനൂൺ മിസ്. ഗുഡ് ആഫ്റ്റർനൂൺ. വീഡിയോ ഓൺ ചെയ്തോളൂ. ഇപ്പോഴാണോ എക്സാം അതോ വാട്സാപ്പിൽ കൂടിയാണോ? എന്താണ്? അല്ല പറഞ്ഞു മാറിപ്പോയി. എന്താടാ നീ ഉറക്കത്തിൽ പറയുന്നത് പോലെ പറയുന്നു? നിനക്ക് പറഞ്ഞ സബ്ജക്റ്റ് മാറിപ്പോയല്ലോടാ. ഇത് സജിത മിസ്സാണ് ഹിന്ദിയുടെ. മറന്നയോ? നീ ഏതാ ഉദ്ദേശിച്ചേ? എന്താണ് പേജ് നമ്പർ? ഹിന്ദിക്ക് എക്സാം ഒന്നും ഇല്ലല്ലോ. എക്സാം ഇന്ന് പറഞ്ഞില്ല, അടുത്ത ദിവസം ഉണ്ട്. അതെ, ഞാൻ പെട്ടെന്ന് എല്ലാരും റെഡിയല്ലേ പേനയൊക്കെ എടുത്തോന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് എക്സാം ഉണ്ടെന്നല്ലേ? ഇല്ല, എക്സാം പറഞ്ഞിട്ടില്ല. അടുത്ത ദിവസം വെക്കുന്നുണ്ട്. അടുത്ത ദിവസം നമുക്ക് രാത്രിയിൽ അങ്ങ് വെക്കാം. രാവിലെ 10 മണിക്ക് ക്വസ്റ്റ്യൻ അന്നത്തെ പോലെ ഗ്രൂപ്പിലിടാം. നിങ്ങള് വൈകുന്നേരത്തിനുള്ളിൽ അയച്ചാൽ മതി. 5 മണിക്കുള്ളില്. എപ്പോഴാ വേണ്ടേ പറഞ്ഞോ? ശനിയാഴ്ച, സാറ്റർഡേ. സാറ്റർഡേ. ഞാൻ വീഡിയോ ഫോർത്ത് കേട്ടോ. ഡേറ്റ് 4-ന് ശനിയാഴ്ച രാവിലെ 10 മണിക്ക് ഞാൻ ക്വസ്റ്റ്യൻ ഗ്രൂപ്പിൽ സെൻഡ് ചെയ്യും. നിങ്ങൾ വൈകുന്നേരം ഒരു 5 മണിക്കുള്ളിൽ അയച്ചു തരിക. 5 മണി വരെ മതി, രാത്രി വേണ്ട കേട്ടോ. ലെസൺ ഏതാ? ലെസൺ പറയാം. മൂന്നാമത്തെ ലെസൺ ഗോപാലകൃഷ്ണ ഗോഖലെയുടെ. ഓക്കെ അല്ലേ? ഓക്കെ. വേർഡ് മീനിങ്ങും ക്വസ്റ്റ്യൻ ആൻസറും നന്നായിട്ട് പഠിക്കേ. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ അല്ലേ പറഞ്ഞ് കംപ്ലീറ്റ് ആക്കിയത്? അതിലെ വർക്കുകളും തന്നില്ലേ? വർക്കുകൾ തന്നില്ല? ഫുൾ തന്നു. പക്ഷെ നിങ്ങള് എല്ലാരും എഴുതി എനിക്ക് അയച്ചിട്ട് തരുന്നതാണെന്നല്ലോ. മിസ്സിനല്ലേ കൊറോണ പിടിച്ചത്, നിങ്ങൾക്കല്ലല്ലോ. നിങ്ങൾ ഒരാളും അയച്ചിരുന്നാണെന്നില്ല. മറന്നുപോയോ? മറന്നുപോലെ. എല്ലാവരും കംപ്ലീറ്റ് ആക്കിയിട്ട് 2 ദിവസത്തിനുള്ളിൽ അയച്ചു തരാം കേട്ടോ. കംപ്ലീറ്റ് ആക്കാനുണ്ടല്ലേ ഹരി? കംപ്ലീറ്റ് ആക്കി വേഗം അയച്ചു. കംപ്ലീറ്റ് ആക്കുന്നുണ്ട്. ഫോട്ടോ എടുത്ത് അയക്കാനാ മറന്നു. അതന്നെ, അത് മറന്നു പോകുന്നു. അത് മറന്നു പോകാൻ പാടില്ല. നിങ്ങൾ എഴുതിയതിൽ തെളിവ് വേണ്ടേ എനിക്ക്? നിങ്ങൾ വീട്ടിൽ എഴുതി വെച്ചിട്ട് കാര്യമില്ലല്ലോ. പിന്നെ എന്താണ്? വേർഡ് മീനിങ് ഏത് എക്സാമിനോ? എക്സാം അല്ല, നോട്ട് അല്ല. വേർഡ് മീനിങ് എല്ലാം വേണ്ടേ? വേർഡ് മീനിങ്ങിന്റെ കൂടെ ഓപ്പോസിറ്റ് വേർഡ് സമാനാർത്ഥ ശബ്ദം ഉണ്ടെങ്കിൽ അത് എഴുതണം. ക്വസ്റ്റ്യൻ ആൻസർ എഴുതണം. ഒന്നും കൂടെ പറയാവോ? ഈ പാടത്തെ അതില്ല, ശബ്ദാർത്ഥം മാത്രമേ ഉള്ളൂ. അപ്പൊ ശബ്ദാർത്ഥം ക്വസ്റ്റ്യൻ ആൻസർ എഴുതണം. ഹെവൻ അതന്നെ മിസ് പറയുന്നത്. ശനിയാഴ്ച 10 മണിക്ക് 3ാമത്തെ ചാപ്റ്റർ എക്സാം ആണ്. 10 മണിക്ക് ഗ്രൂപ്പിൽ ക്വസ്റ്റ്യൻ സെൻഡ് ചെയ്യും. വൈകുന്നേരം 5 മണിക്കുള്ളിൽ ആൻസർ മിസ്സിന് സെൻഡ് ചെയ്ത് തരിക. പിന്നെ ഇപ്പൊ പറഞ്ഞത് അത് ഏതാണ്?
നാലാമത്തെ ലെസന്റെ വേർഡ് മീനിങ്ങും ക്വസ്റ്റ്യൻ ആൻസറും നോട്ട്ബുക്കിലേക്ക് എഴുതണം. ബാക്കിയുള്ളവ ടെക്സ്റ്റ് ബുക്കില്. അതിലെല്ലാ വർക്കുകളും കഴിഞ്ഞില്ലേ? പേജ് നമ്പർ 22 വരെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞില്ലേ? മിസ് കബീർ കാ ദോഹ. ഇനി അടുത്ത നെക്സ്റ്റ് പേജ് നമ്പർ 20. മിസ് അത് വെറുതെ പറഞ്ഞു വെച്ചതേ ഉള്ളൂ. കബീർ കാ ദോഹ. നെക്സ്റ്റ് പേജില് പേജ് നമ്പർ 23 കബീർ കെ ദോഹ എടുക്കാം. इस पाठ में संत कवि कबीर के दोहों के माध्यम से सद्व्यवहार की सीख दी गई है. അത് പറയുന്നതിനിടയ്ക്ക് മിസ് പറയട്ടെ ഒന്ന്. നിങ്ങൾ ഓരോരുത്തരും എനിക്ക് വിളിക്കാൻ വേണ്ടി എല്ലാവരെയും വിളിക്കൽ ബുദ്ധിമുട്ടായി. അതായത് എല്ലാവരെയും കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം നിങ്ങൾ കുറെ പേര് വാട്സപ്പ് നമ്പറേ ഉള്ളൂ. അങ്ങനെ എന്തെങ്കിലും പല ബുദ്ധിമുട്ടുകൾ നിങ്ങൾ ക്ലാസ് ടൈമിലും. അപ്പോ എനിക്ക് പറയാനുള്ളത് ഒക്ടോബർ 1st വീക്കിൽ നിങ്ങളുടെ എക്സാം ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നു. എക്സാം എന്നാൽ ഗൂഗിൾ ഫോമിലല്ല, എഴുത്തു പരീക്ഷ. എഴുത്തു പരീക്ഷക്ക് ഇപ്പോഴേ നിങ്ങൾ റെഡിയാക്കി വെച്ചോളാം. A4 ഷീറ്റെല്ലാം റെഡിയാക്കി വെക്കുക. പേപ്പറിൽ തന്നെ എഴുതണം. അവിടെ ഇവിടെ നോട്ട്ബുക്കിന്റെ പിറകിലൊന്നും എഴുതി അയക്കരുത്. എന്താണ് കേട്ടിട്ടില്ലേ? അതായത് ഒക്ടോബർ 1st വീക്കിൽ നിങ്ങൾക്ക് വീണ്ടും എക്സാം തുടങ്ങുകയാണ്. അപ്പൊ അതിന് വേണ്ടിയിലേക്ക് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുക. ഹിന്ദിയിലെ എക്സാമിന് പഠിക്കുമ്പോൾ എഴുതി പഠിക്കുക. ഹലീമ പായൽ വീഡിയോ ഓൺ ചെയ്ത ജീവ. ഒരാളും വീഡിയോ ഓഫ് ചെയ്തിരിക്കരുത്. ക്ലാസ് കഴിഞ്ഞത് വരെ. ഈ പ്രാവശ്യത്തെ എക്സാം ഗൂഗിൾ ഫോം ആണോ അത് മറ്റേ പേപ്പറിൽ എഴുതുന്നതാണോ? പേപ്പറിൽ എഴുതുന്നത്. ഒക്ടോബർ 1st വീക്കിൽ പേപ്പറിൽ എഴുതുന്നത്. അതുകൊണ്ടാണ് മിസ് പറഞ്ഞത് നോട്ട്ബുക്കിൽ അവിടെ ഇവിടെ എഴുതിരുന്ന് അയക്കണ്ട. പേപ്പർ ഇന്നേ വിചാരിച്ചാൽ നിങ്ങൾക്ക് ഈ മാസം കിട്ടും. പെൻസി ഒക്കെ തിറക്കുന്നുണ്ട്. അപ്പൊ A4 ഷീറ്റ് കുറച്ച് വാങ്ങി കരുതി വെക്കുക. അപ്പൊ അത് എഴുതണമെങ്കിൽ എഴുത്ത് പരീക്ഷ ആയതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഹിന്ദി ടെക്സ്റ്റ് നന്നായിട്ട് വായിച്ചിട്ട് ബാക്കിയുള്ളവ എഴുതി പഠിക്കുക തന്നെ വേണം. ഓക്കെ, അതെല്ലാവരും കേട്ടല്ലോ? ഓക്കെ, ഇനി നമുക്ക് കബീർ കെ ദോഹെ അതിൽ ബാക്കിയുള്ള കാര്യം പറയാം. അപ്പൊ നമ്മള് എന്താണ് അതും കൂടി പറയട്ടെ. ഓഗസ്റ്റിൽ ആരാണ് പെർഫോമർ പറയണ്ടേ? ഹിന്ദിയില് പറയണോ? പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിൽ ഒരു ഇതാവോ? മത്സരം ആവോടോ? മത്സരം വേണം. ജൂലൈയിലേ പറഞ്ഞായിരുന്നോ? ജൂലൈയിലോ? ജൂലൈയിലേ പറഞ്ഞില്ല. പറഞ്ഞില്ലേ? ഇല്ല. എന്നാ മിസ് പറയുന്നില്ല. അങ്ങനെ പറയല്ലേ മിസ്സേ? അപ്പൊ മിസ് പറയുന്നില്ല. കാര്യം ചെയ്യാം. എന്തായാലും ഇത്ര നിങ്ങൾ ചിന്തിക്കണ്ടോ? എന്താണ്? നന്നായിട്ട് എല്ലാ ദിവസവും ക്ലാസ് അറ്റൻഡ് ചെയ്യുക. കൃത്യമായി ഹോംവർക്ക് ചെയ്ത് അയക്കുക. അങ്ങനെയുള്ളവരെ ആദ്യം സെലക്ട് ചെയ്യും. പക്ഷെ നിങ്ങളുടെ ഊഴവും വരും. അപ്പൊ എന്നെ സെലക്ട് ചെയ്തില്ലല്ലോ സൈദ മിസ് എന്നോട് എന്ത് ദേഷ്യം ഉണ്ടോ ഒന്നും കരുതണ്ട. ഇന്നല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം അതിന് നിങ്ങൾ ട്രൈ ചെയ്യണം കേട്ടോ. അപ്പൊ ആരെങ്കിലും ആവട്ടെ, അവരെ ഞാൻ പേഴ്സണലായിട്ട് അറിയിക്കാം. അവരൊന്ന് ഓഫീസ് ഇവിടെ ഉണ്ടാവും, ഗിഫ്റ്റ് ഉണ്ടാവും, അത് വാങ്ങി വെക്കുക. ഓക്കെ, എന്നാലും എല്ലാരും അറിയട്ടെ. ഓഗസ്റ്റ് അവസാനം കേട്ടോ. എല്ലാവരും തന്നെ ആവട്ടെ. ഓക്കെ, ദോഹയിലേക്ക് വാ. इस पाठ में संत कवि कबीर के दोहों के माध्यम से सद्व्यवहार की सीख दी गई है. ഈ പാഠഭാഗത്തിലൂടെ നമ്മുടെ കവി കബീർദാസിന്റെ ദോഹയിലൂടെ കൂടെ നിങ്ങൾ എന്താണ് പ്രേരിപ്പിക്കുന്നത്? സദ്വ്യവഹാർ കി സീഖ് ദേന. നല്ല രീതിയിൽ മറ്റുള്ളവരോട് പെരുമാറാൻ പഠിക്കാനാണ് ഈ ദോഹ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. മറ്റുള്ളവരോട് നല്ല രീതിയിൽ എങ്ങനെയാ പെരുമാറാൻ പഠിക്കുക ഞാൻ പറയണ്ടല്ലോ. നല്ല പെരുമാറ്റം കേട്ടോ. അവഗുണോ കോ ത്യാഗ് കർ സദ്ഗുണോ കോ അപ്നാനെ കെ ലിയെ പ്രേരിത കർണ. വേറൊന്നും കൂടി ഉണ്ട്. ഈ പാഠഭാഗം പഠിച്ചു കഴിഞ്ഞാല് മോശം ഗുണങ്ങള് ദുശീലങ്ങളെ ഒഴിവാക്കുകയും നല്ല ഗുണങ്ങളെ മാത്രം സ്വീകരിക്കുകയും ചെയ്യണം എല്ലാവരും. അങ്ങനെ പറഞ്ഞറിയോ? നല്ല ശീലങ്ങള്, അതായത് സമൂഹത്തിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും നല്ല ഗുണങ്ങള്, സദ്ഗുണം, നല്ല ഗുണങ്ങള്, നല്ല ശീലങ്ങള് സ്വീകരിക്കുകയും മോശം ഗുണങ്ങള്
അവഗുണം അതായത് എന്ത് ചെയ്യണം, അത് ഉപേക്ഷിക്കുകയും വേണം. കേട്ടല്ലോ? അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ദോഹയിൽ പറയുന്നത് നോക്കാം. ബോലി ഏക് അൻമോൽ ഹേ जो कोई बोले जाए, ये तराजू तौली के सब मुग बाहर आनी. വായിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ എല്ലാവരും കൃത്യമായി ടെക്സ്റ്റ് ബുക്ക് നോക്കണം. മിസ് വായിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ആരോമൽ, പായൽ, ആരാധ്യ, പ്ലീസ് വീഡിയോ ഓൺ. വീണ്ടും വീണ്ടും മിസ് പറയില്ല. बोली एक अनमोल है जो कोई बोले जानी, ये तराजू तौली के सब मुग बाहर आनी. എന്താ പറഞ്ഞതിന്റെ നിങ്ങൾ തിരിഞ്ഞോ? അങ്ങനെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? ഇല്ല അല്ലേ? ഒന്നും മനസ്സിലാവുന്നില്ല. ഇങ്ങനെ നോക്കിയിരിക്കാന്നേ ഉള്ളൂ അല്ലേ? എന്താന്നറിയോ? ജോ വ്യക്തി അച്ചി വാണി ബോൽത്തി ഹെ. ഏതൊരു വ്യക്തിയും വാക്കുകൾ പറയുന്നത്, ആരാണോ നല്ല വാക്കുകൾ പറയുന്നതല്ലേ? ആ, ഏത് വ്യക്തിയും എന്തേ പറയാൻ പാടുള്ളൂ? അവരുടെ വായിൽ നിന്ന് നല്ല വാക്കുകൾ മാത്രമേ പ്രയോഗിക്കാൻ പാടുള്ളൂ. എല്ലാവരുടെ വായിൽ നിന്ന് നല്ല വാക്കുകൾ മാത്രമേ വീഴാൻ പാടുള്ളൂ. നല്ല വാക്കുകൾ മാത്രമേ പറയാൻ പാടുള്ളൂ. അശ്വിൻ, why are you late? എന്താ ലേറ്റ് ആയത്? പ്രസന്റ് ടൈപ്പ് ചെയ്തുള്ള ഒരു പ്രാവശ്യം മാത്രം. കഴിഞ്ഞ ആഴ്ചത്തെ ക്ലാസ്സിൽ ജോയൽ ഒരു 12 പ്രാവശ്യം പ്രസന്റ് 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 അവനെടുത്ത് ഞാൻ പുറത്തേക്ക് എറിയണം ചേച്ചി. പ്രസന്റ് മീൻസ് പ്രസന്റ് 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 12 പ്രാവശ്യമാണ് ടൈപ്പ് ചെയ്യുന്നത്. ഇന്ന് അതിന്റെ ആവശ്യം ഒറ്റ പ്രാവശ്യം ടൈപ്പ് ചെയ്താൽ മതി. ജോയല്, വേറെ ആരോ ഒരാളും കൂടി ഉണ്ടല്ലോ അപ്പൊ അതിന് ഹെൽപ്പിന്. ഞാൻ പണ്ടാ മിസ്സേ. അയ്യോ, ഞാനിപ്പോ ആരാന്ന് മറന്നുപോയി. അപ്പൊ ഇവിടെ പറഞ്ഞത് വഹി ജാൻതാ ഹെ കി വാണി അൻമോൽ രത്ന ഹെ. ആ വ്യക്തി മനസ്സിലാക്കുന്ന എന്താണ്? വാക്ക്, നല്ല വാക്ക് എന്ന് പറഞ്ഞത് അൻമോൽ രത്ന ഹെ. അൻമോൽ രത്ന എന്നാൽ വിലമതിക്കാൻ പറ്റാത്ത രത്നമാണ്. രത്നം എന്ന് പറയുമ്പോൾ നല്ല വിലയുള്ളതല്ലേ? इसके लिए हृदय रूपी तराजू में शब्दों को तोलकर ही मुख से बाहर आने दे. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് നമ്മുടെ ഹൃദയമാകുന്ന ത്രാസില് തൂക്കി നോക്കുക. ഹരി, നഖം കടിച്ചിട്ട് നിന്നല്ലേ? തരാജു മേ ശബ്ദോം കോ തോൽക്കർ, ഒരു ത്രാസില് വെച്ചിട്ട് ഇങ്ങനെ തൂക്കി നോക്കിയിട്ട് മുഖ് സേ ബാഹ്റാനേ ദേ, എന്നിട്ട് വായ തുറന്ന് പുറത്തേക്ക് പറയാൻ പാടില്ല. നമ്മുടെ ഹൃദയമാകുന്ന, നമ്മുടെ ഹൃദയത്തിൽ വെച്ചിട്ട് നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോഴേ നമ്മുടെ മനസ്സിൽ നിന്ന് അതെന്തും പറയാൻ തോന്നരുത്, എന്ത് വാക്കുകളും പ്രയോഗിക്കരുത്. പിന്നെയോ നല്ല വാക്കുകൾ പ്രയോഗിക്കണം. അത് ഹൃദയമാകുന്ന മനസ്സിൽ വെച്ചിട്ട് തൂക്കി നോക്കിയിട്ട് അളന്ന് നോക്കിയിട്ട് എന്ന് പറഞ്ഞാല് ത്രാസൊന്നും എടുത്തിട്ട് തൂക്കുന്നതാണെന്നല്ല പറഞ്ഞത്. അപ്പൊ ആ പറയുമ്പോൾ ശ്രദ്ധിക്കണം എന്ന്. അതാണ് ഈ പറഞ്ഞതിന്റെ മീനിങ്. ഓക്കെ ആണോ? ഓക്കെ ഓക്കെ. സെക്കൻഡ്, രണ്ടാമത്തെ ദോഹ നോക്കുക. പേജ് നമ്പർ 23. പേജ് നമ്പർ 23. धीरे धीरे रे मना धीरे सब कुछ होई माली सींजे सौखड़ा ऋതുവായേ ഫൽ ഹോയി. എന്താ അങ്ങനെ പറഞ്ഞാല്? ധീരെ ധീരെ രേ മന ധീരെ സബ് കുച്ച് ഹോയ് മാലി സീൻജെ സൗഖടാ ഋതുവായേ ഫൽ ഹോയ്. നമ്മള് മിസ് അതിന് ഒരു ഉദാഹരണം പറയാം. ഒരു ഫ്രൂട്ട്സ്, അതായത് ഒരു ഫ്രൂട്ടിന്റെ ഒരു മരം ഉണ്ടെന്ന് വിചാരിക്കാം. ഏത് മരാ വേണ്ട ഇഷ്ടമുള്ള ഫ്രൂട്ട് പറ. പ്ലാവിന് വെള്ളേക്കും മാംഗോ ട്രീ. ഓക്കെ, അതിന് ഇപ്പൊ ആരെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾ ആരെങ്കിലും ഒരാള് എല്ലാ ദിവസവും കുറേ, അതായത് ആ ഫ്രൂട്ട് കിട്ടാൻ വേണ്ടിട്ട്, ആ മാങ്ങ കിട്ടാൻ വേണ്ടിട്ട് ഒരു ദിവസം ഒരു 10 കുടം വെള്ളം എടുത്തിട്ട് അതിന് എല്ലാ ദിവസവും ഒഴിച്ചിട്ട് കാര്യമുണ്ടോ? മാങ്ങ കുടിക്കോ വേഗം? ഇല്ല. കാരണം എപ്പോഴാ മാങ്ങ കുടിക്കുക?
അതിന്റെ കാലാവസ്ഥ വരുമ്പോ മാത്രമേ അത് അതിന്റെ കൊടുക്കുള്ളൂ. കാലാവസ്ഥ വരണ്ടേ, അതിന്റെ മൗസം ഋതുക്കള് ആ പരിണാമം വരണ്ടേ. നമ്മൾ 2 മാസം കൊണ്ട് വെള്ളം കുറെ ഒഴിച്ചിട്ടുണ്ട്, ഒരു രാവിലത്തേക്ക് ഒരു 20 മാങ്ങ വേണമെന്ന് വെച്ച് നടക്കുമോ അത്? അങ്ങനെ No. ഒഴിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. കാരണം എന്തേ? അതിന് അനുകൂലമുള്ള കാലാവസ്ഥ വ്യതിയാനം, കാലാവസ്ഥ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ആ ഫ്രൂട്ട്സ് കിട്ടുകയുള്ളൂ. അതാണ് ഇവിടെ പറഞ്ഞത്. ധീരെ ധീരെ രേമന, മെല്ലെ മെല്ലെ. ധീരെ സബ് കുച്ച് ഹോയ് മാലി സീഞ്ചെ സൗഗട. മാലി മീൻസ് തോട്ടക്കാരൻ. തോട്ടക്കാരന് ഒരു 100 കണക്കിന് വെള്ളം ഒഴിച്ചിട്ട് കാര്യമില്ല. ഋതുവായേ ഫൽ പോയി. അതെ, ഋതുക്കളിൽ മാറ്റങ്ങൾ ഉണ്ടായാൽ മാത്രമേ എന്തെയുള്ളൂ, ആ ഫ്രൂട്ട്സ് ഉണ്ടാകുള്ളൂ. ഇപ്പൊ മിസ് ഒരു അതിന് ഉദാഹരണം പറയാം. കായ്ച്ചിട്ടില്ലായിരുന്നോ? മരം കായ്ച്ചിട്ടില്ലായിരുന്നോ? അപ്പം ഞാൻ വിചാരിച്ചു മരം കായ്ച്ചു, എന്നിട്ട് പറിക്കാൻ പറ്റാത്ത കൊണ്ട് വെള്ളം ഒഴിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഓ, തോട്ടി കൊണ്ടുപോയാ മതി എന്നല്ലേ? കായ്ച്ചാ പിന്നെ പറിക്കാൻ വിഷമുണ്ടോടാ? നമുക്ക് ശ്രീവിഷ്ണുവിനെ ആരെങ്കിലും നമുക്ക് കയ്യിൽ പിടിച്ച് കയറ്റിക്കാൻ പറയാം, പിടിച്ച് കുളിക്കാൻ മതിയില്ലെങ്കിൽ. ഇവിടെ അപ്പൊ മിസ് പറയാൻ പോകുന്നത് എന്താന്ന് വെച്ചാല്, വേറൊരു ഉദാഹരണം പറയാം. നിങ്ങൾക്ക് ഇപ്പൊ ഈ ഒരു വർഷം കൊണ്ടല്ലേ ഈ ടെക്സ്റ്റ് ബുക്ക് പഠിക്കേണ്ടത്? ടോട്ടൽ എത്ര ലെസൺ ഉണ്ട് ഇതുവരെ കണ്ടിനാ? 16 ചാപ്റ്റർ ഉണ്ടല്ലേ? 16 ഉണ്ട്. ഈ 16 ചാപ്റ്ററും ഒറ്റയടിക്ക് നിങ്ങൾക്ക് ഫുൾ മാർക്ക് വാങ്ങണം എന്ന് വെച്ചിട്ട് ഇന്ന് ഞാൻ രാവും പകലും ഒക്കെ ക്ലാസ് എടുക്കുന്നു. ഫുൾ ടൈം ക്ലാസ്. നിങ്ങൾക്ക് ഒരു നെറ്റിന്റെ പ്രശ്നമില്ല, ക്ലാസ് ആണ്. 16 പാഠം ഇന്ന് ഒരു ദിവസം കൊണ്ട് നിങ്ങളെ പഠിപ്പിച്ചു. എന്റെ ലക്ഷ്യം എന്താണ്? നിങ്ങൾക്ക് ഫുള്ള് ഹിന്ദിയിൽ ഫുള്ള് 16 പാഠവും പഠിച്ചിട്ട് നിങ്ങൾക്ക് അതിൽ കിട്ടോ ഇല്ലയോ? ഒരിക്കലും കിട്ടൂല. ഒരു പ്രയോജനം ഉണ്ടാവില്ല അല്ലെ? ഒരു പ്രയോജനം നിങ്ങൾക്കായതുകൊണ്ട് ഒട്ടും ഉണ്ടാവില്ല പ്രയോജനം. അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോ. ബാക്കി ഒരു മാർക്കും കിട്ടും. നിങ്ങളെ കാര്യം പിന്നെ ഒട്ടും പറയണ്ട. അതെ, അതിനൊരു സമയവും കാലവും ഉണ്ടല്ലേ? നിങ്ങൾക്ക് ഒരു വർഷത്തേക്ക് മാർച്ച് വരെയുള്ള പഠിക്കാനുള്ള ചാപ്റ്റേഴ്സ് ആണ് ഈ 16 എണ്ണം. അപ്പൊ അതിൽ കുറച്ചായിട്ട് നിങ്ങൾക്ക് ഞാൻ വിളക്കി തരും. നിങ്ങൾ അത് കുറച്ച് മെല്ലെ കഴിക്കുന്നു അല്ലേ? അങ്ങനെയല്ലേ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവാൻ പോന്നേ? യെസ്, ഇതാണ് ആ രണ്ടാമത്തെ ദോഹയുടെ മീനിങ്. മെല്ലെ തിന്നാൽ മുള്ളും തിന്നാം. ഈ ആരാധ്യ എവിടെയാണാവോ? പനയും തിന്നാന്നല്ലേ? അങ്ങനെ കണ്ടല്ലേ പയ്യ തിന്ന പനിയും തിന്നാ മുള്ളും തിന്നാം. ഞാൻ ആരാധ്യ വിജേഷ് ചില്ലുകൂടാരത്തിനുള്ളിലാണ് ഉള്ളത്. എന്താണ് ഇങ്ങനെ കാണുന്നത്? ഓക്കെ, ഇപ്പൊ ഓക്കെ ആയി. ആരാധ്യ ബിഗ് സ്ക്രീൻ വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അതൊരു ഗ്ലാസ് അതിലെ കൂടെ നോക്കിയാ വലുതായി കാണാൻ പറ്റും. ഇങ്ങോട്ട് നോക്കുമ്പോൾ ഉണ്ട്. ഓക്കെ, തേർഡ് ദോഹ നോക്ക്. बड़ा हुआ तो क्या हुआ जैसे पेड़ खजूर पंथी को छाया नहीं फल लागे अति दूर. बड़ा हुआ तो क्या हुआ അവസാനത്തെ മനസ്സിലായില്ലേ? खजूर पंथी को छाया नहीं फल लागे अति दूर. എന്താന്നറിയോ? വലുതായിട്ട് ഇങ്ങനെ പോയി ആകാശം മുട്ടെ വളർന്ന് വലുതായിട്ട് വല്ല കാര്യമുണ്ടോ, പ്രയോജനമുണ്ടോ? നിങ്ങള് നമ്മുടെ സമൂഹത്തില് വെറുതെ പഠിക്കാതല്ലേ, വേറെ പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. വളർന്ന് വലുതായി കഴിയുമ്പോ നമ്മളെ കൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനം വീട്ടുകാർക്കോ നാട്ടുകാർക്കെങ്കിലും വേണം, വേണ്ടേ? ഇങ്ങനെ ഇങ്ങനെ വളർന്നു പോയിട്ട് ഒരു ഭൂമിക്ക് ഭാരമായിട്ട് ജീവിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. പിന്നെന്ത് വേണം? നമ്മള് ഒന്നുകിൽ വീട്ടുകാർക്ക് അല്ലെങ്കിൽ നമ്മുടെ കുടുംബക്കാർക്ക് അല്ലെങ്കിൽ നാട്ടുകാർക്ക് ഒരു പ്രയോജനം വേണം. അതേ ഏതുപോലെ ഈന്തപ്പനയില്ലേ, ഈന്തപ്പന, ഖജൂർ. ഖജൂർ മീൻസ് ഈന്തപ്പന. ഈന്തപ്പന വലിയ മരല്ലേ, ഹൈറ്റില് വളർന്നു പോകും. ഹൈറ്റില് വളർന്നു പോകും. അതിനെ കൊണ്ട് ജനങ്ങൾക്ക് പ്രയോജനമായിട്ടൊന്നും എന്താ പ്രയോജനം ഇല്ല എന്ന് പറഞ്ഞത്?
അത് ഒരു കാൽനട യാത്രക്കാർക്ക് ഒരു തണലോ ഒന്നും ലഭിക്കൂല. കാരണം അത് വളർന്ന് വളർന്ന് അങ്ങ് ഹൈറ്റിൽ പോയി. പിന്നെ ഇവിടെ തണലുണ്ടോ? തണലില്ല, മറ്റുള്ളവർക്ക് പ്രയോജനമില്ല. ഫല്ലാകെ അതിഥു, പഴം ഉണ്ടാവും, ഫ്രൂട്ട്, അതായത് ഈന്തപ്പഴം ഉണ്ടാവും. അത് ഏറ്റവും മുകളിൽ ഏറ്റവും ഹൈ ആയിട്ട് ഈന്തപ്പഴം കാണാം. അപ്പോ ഇവിടെ പറയുന്നത് എന്താണ്? ഈ ഈന്തപ്പനെ ഉപയോഗിച്ച് പറയുന്നത് എന്താണ്? ഇതുപോലെ നിങ്ങളും എന്താണ് ഇങ്ങനെ ക്ലാസ്സിൽ, ഓൺലൈൻ ക്ലാസ്സിൽ ഇരുന്നു ഭക്ഷണം കഴിച്ചു, ഇങ്ങനെ വളർന്നു വലുതായി. ഹരി ഇനി നഖത്തിന് വന്നിട്ട് എന്നെ അടിക്കുന്നതാണ്. ഓൺലൈനിൽ അടിയുണ്ട്, ചുണ്ടിനും കിട്ടും വിരലിനും കിട്ടും. അപ്പൊ ഇങ്ങനെ വളർന്നു വലുതായിട്ട് പ്രയോജനമില്ല. പകരം എങ്ങനെ വളരണം? പ്രയോജനമാകുന്നത് രീതിയിൽ. ഇപ്പൊ ഈന്തപ്പന മറ്റുള്ളവർക്ക് പ്രയോജനം ഇല്ല. കാരണം മറ്റുള്ളവർക്ക് അതിന്റെ മരത്തിന്റെ തണലിൽ ഇരിക്കാൻ പോലും, റെസ്റ്റ് എടുക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് ഈന്തപ്പന. മറ്റുള്ള മരം, ഇപ്പൊ മരങ്ങളാണ് നടന്നു പോകുന്ന സ്ഥലത്താണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് സമയം അതിന്റെ തണലിൽ ഇരിക്കും അല്ലേ? അങ്ങനെ ഒരു പ്രയോജനം ഉണ്ടാവും. അപ്പൊ അതുപോലെ ആയിരിക്കണം നിങ്ങളും. എന്ത് ചെയ്യണം? ഇങ്ങനെ വളർന്ന് വലുതായി പോരാ, മറിച്ച് എന്ത് ചെയ്യണം? മറ്റുള്ളവർക്ക് പ്രയോജനമാകുന്ന രീതിയിൽ വളരണം. എന്താ ഹലീമ? ആരോടോ സൊറ പറഞ്ഞിരിക്കുന്നു. ആര് ഹലീമ അടുത്തുള്ളത്? ആടെ സിനിമ എന്തോ കഥ പറയുന്നു, സീരിയലിന്റെ കഥ എന്തോ. ഇവിടെ എന്ത് ഈന്തപ്പന വന്നിനി? ഹലീമ കേൾക്കുന്നുണ്ടോ? ഹലീമ ആരെ കഥ പറയുന്നു? ചോദിച്ചെല്ലാരും ചിരിച്ചു കാണിക്കുന്ന. ഓക്കെ, നെക്സ്റ്റ് ഫോർത്ത്. നിന്ദകനിയരെ രാഖിയെ ആംഗൻ കുടി ഛവായി ബിൻ പാനി സാബുൻ ബിനാ നിർമ്മൽ കരേ സുബായ്. നിന്ദകനിയരെ രാഖിയെ, അതായത് ഒരാളെ എപ്പോഴും ഇങ്ങനെ പ്രശംസിച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. എത്രാമത്തെ ദോഹയാ? നാലാമത്തെ അല്ലേ? നാലാമത്തെ ദോഹയാണ് മിസ് ഇപ്പൊ പറയുന്നത്. നിന്ദകനിയരെ രാഖിയെ, അതായത് ഒരാളെ എപ്പോഴും പുകഴ്ത്തി പറഞ്ഞിട്ട് കാര്യമില്ല. പകരം എന്താണ്? അങ്ങനെ പറഞ്ഞു തരുമ്പോ പിന്നെ അയാൾക്ക് പറയുന്ന ഒരു വില ഉണ്ടാവുക ഇല്ല. നേരെ മറിച്ച് ഒരിക്കൽ നിന്ദിക്കപ്പെട്ടിട്ട് പിന്നെ പുകഴ്ത്തി പറയുകയാണെങ്കിലോ അവർക്കത് വലിയൊരു അഭിമാനപ്രദാവും അല്ലെ? നല്ലൊരിത് കിട്ടൂലേ, പ്രശംസ കിട്ടൂലേ? വ്യക്തി को हमेशा प्रशंसा करने वाले से सावधान रहना चाहिए. ഏത് വ്യക്തിയെയും നമ്മൾ മെല്ലെ മെല്ലെ മാത്രമേ പ്രശംസിച്ചു പറയാൻ പാടുള്ളൂ, എടുത്തു പറയാൻ പാടില്ല. ഓ അവൻ സൂപ്പറാണ്, അല്ലെങ്കിൽ അവൻ ജോറാണെന്ന് പറയാൻ പാടില്ല. അപ്പൊ അവൻ എന്ത് ചെയ്യും? പിന്നീടാകുമ്പോഴേക്ക് നേരെ ഓപ്പോസിറ്റ് ആവും, ഒന്നും ഉണ്ടാവില്ല. മെല്ലെ മെല്ലെ പറയാൻ പാടുള്ളൂ എന്നാ പറയുന്നത്. അതേപോലെ ഏതുപോലെ എന്ന് പറഞ്ഞിട്ട് അതിനൊരു എക്സാമ്പിൾ ഉണ്ട്, എന്തറിയോ? ബിൻ പാനി സാബുൻ ബിനാ നിർമ്മൽ കരേ സുബായ്. നിങ്ങളുടെ കയ്യിൽ ഒരു സോപ്പ് ഉണ്ടെന്ന് വിചാരിക്കുക. പറഞ്ഞോ. വീഡിയോ ക്ലിയർ കിട്ടുന്നില്ല. അഫ്രാസ് ഓക്കെ. ബാക്കിയുള്ളവര് ജോയിലെല്ലാം വീഡിയോ ഓൺ ആക്കിയിരിക്കേ. പിന്നെ സോപ്പ്, നിങ്ങളുടെ കയ്യിലൊരു സോപ്പ് ഉണ്ടെന്ന് വിചാരിക്കുക. സോപ്പ് മാത്രം ഉണ്ടായിട്ട് കാര്യമുണ്ട്. നിങ്ങൾക്ക് ഇപ്പൊ കൈ കഴുകണം. ഇപ്പൊ ഒന്നാമത് കോവിഡ് മഹാമാരി, ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് സോപ്പ് ഉപയോഗിക്കാറുണ്ട്. സോപ്പ് മാത്രം നിങ്ങളെ കയ്യിലിട്ടിട്ട് നിങ്ങൾക്ക് കഴുകാൻ പറ്റുമോ? കൈ വെള്ളം വേണം. ഇല്ല, വെള്ളം വേണം. അതിന്റെ കൂടെ എന്ത് വേണം? വെള്ളം കൂടി ചേർത്തിട്ടല്ലേ നമ്മളത് കഴുകി വൃത്തിയാക്കുന്നത്. നല്ല വൃത്തിയാവൂലോ? സോപ്പ് മാത്രം കിട്ടിയ വൃത്തിയാവുക ഇല്ല. അപ്പൊ അതിന്റെ കൂടെ എന്തും കൂടി വേണം? വെള്ളവും കൂടി വേണം. എന്നാൽ മാത്രമേ എന്താവുന്നുള്ളൂ? അത് ശുചിയാവുന്നുള്ളൂ, അത് വൃത്തിയാവുന്നുള്ളൂ അല്ലെ? ഡ്രസ്സ് അലക്കുന്നതായാലും പാത്രം കഴുകുന്നതായാലും. നല്ല നെറ്റിന്റെ പ്രോബ്ലം ഉണ്ട് സാർ. പറഞ്ഞൊന്നും ക്ലിയർ ആവുന്നില്ല. ഒന്ന് ഹരി പറയുന്ന ക്ലിയർ ആവുന്നില്ല മിസ്സേ. ക്ലിയർ ആവുന്നില്ല.
ക്ലിയർ ഉണ്ടോ? ഇപ്പൊ ക്ലിയർ ആണോ? ഓക്കെ, മിസ് ഒന്നും കൂടി പറയാം. ഓരോ വ്യക്തികളെയും ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഒറ്റയടിക്ക് പ്രശംസിച്ച് പറയാൻ പാടില്ല. പിന്നെ മെല്ലെ മെല്ലെ പറയാം അല്ലെ. ഒറ്റയടിച്ച് പ്രശംസിച്ച് പറഞ്ഞാൽ അവരെന്ത് ചെയ്യും, നേരെ ഓപ്പോസിറ്റ് ആയിട്ട് മാറും അല്ലെ. അപ്പൊ ഏതുപോലെ ഇപ്പൊ ഒരു സോപ്പ് മാത്രം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ശുചിയാക്കാൻ വൃത്തിയാക്കാൻ വേണ്ടി പറ്റില്ല. അതിന്റെ കൂടെ എന്തും കൂടി ചേർക്കണം, വെള്ളവും ചേർക്കണം അല്ലേ. ഒരു സോപ്പ് മാത്രം ഉപയോഗിച്ചാലേ, സോപ്പ് മാത്രം കിട്ടിയാൽ നിങ്ങൾക്ക് ഡ്രസ്സ് അലക്കി ഇടാൻ പറ്റുമോ, പാത്രം കഴുകാൻ പറ്റുമോ? ഇല്ല. അതിന്റെ കൂടെ എന്തും കൂടി നമ്മൾ മിക്സ് ആക്കുന്നുണ്ട്, വെള്ളം അതേപോലെ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. യെസ്, അതേപോലെയാണ് വ്യക്തികളെയും എന്താണ്, പെട്ടെന്ന് പ്രശംസിച്ച് പറയരുത് ഒരിക്കലും, മെല്ലെ മെല്ലെ. നെക്സ്റ്റ്, ജാതിനെ പൂച്ചോ സാധു की पूछ लीजिए ज्ञान मोल करो तरवारी का पड़ा रहन दो म्यान. ജാതിനെ പൂച്ചോ, വടിയെടുത്തടാ, ഹരിക്ക് ഒരു അടി കൊടുക്കാലോ. വടിയെടുത്തേ, വേഗം എടുക്ക്. നെൽക്കട്ടർ ഇല്ലാത്തത് പാവം, നഖം കടിച്ച് തിന്നേനാടാ. ഇല്ലെങ്കിൽ ഉച്ചക്കത്തെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവില്ല. 5 പേരിൽ 4 പേരിലും തിന്നു. ഇപ്പൊ ഞാൻ പോകുമ്പോ നിന്റെ വീട്ടിലേ വരുന്നുണ്ട്. നിന്റെ നാഗാലിലെ ഞാൻ 5 10 പേരിലുണ്ട്. എല്ലാം വായിലിട്ടില്ലേ? ഇപ്പൊ കൊറോണ സമയത്ത് തീരെ വായിലിടാൻ പാടില്ല വിരല്. 10 പേരിലും ഉണ്ട്. ആ, അത് മനസ്സിലായി. ജാതിനെ പൂച്ചോ സാധുക്കി പൂച്ച് ലീജിയെ ജ്ഞാൻ മോൾ കരോ തർവാരിക്ക പടൻ ഡോഹൻ ധോ മ്യാൻ. എന്താ അങ്ങനെ പറഞ്ഞാല്, ഒരു സാധു സന്യാസി, സാധാരണ വ്യക്തിയുടെ പേര് ചോദിക്കരുത്, അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം പറയണം. പറയട്ടെ മിസ് പറയാം. ഒരു സന്യാസിയോട് ഒരിക്കലും ജാതി ചോദിക്കരുത്. പിന്നെ എന്താ ചോദിക്കേണ്ടത്, അദ്ദേഹത്തിനോട് ചോദിക്കേണ്ടത് ഞാൻ അവരുടെ അറിവ് ചോദിച്ചറിയാം. ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സാധു, ഒരു സന്യാസി അല്ലെങ്കിൽ ഒരു പണ്ഡിതനെ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ജാതി അല്ല നിങ്ങൾക്ക് അറിയേണ്ടത്, പിന്നെയോ അദ്ദേഹത്തിന്റെ അറിവ് ചോദിച്ചു വാങ്ങുക. ഞാൻ അത് ഞാൻ എക്സാമ്പിൾ പറഞ്ഞത്, മോള് കരോ തർവാരിക്ക പടാരഹന്തോ മ്യാൻ. വാളില്ലേ, വാള് ഇടാൻ ഉപയോഗിക്കുന്ന ഒരു ഒറയുണ്ട്, വാളുറ അല്ലേ. നമ്മൾ ആ വാളുറേന്റെ ഭംഗിയെല്ലാം നോക്കേണ്ടത്, പിന്നെയോ ആ ഉള്ളിലത്തെ വാളിന്റെ മൂർച്ചയാണ് നമ്മൾ നോക്കേണ്ടത് അല്ലേ. വാള് ഉറയുടെ സ്റ്റൈൽ അല്ല നോക്കേണ്ടത്, വാളിന്റെ മൂർച്ചയാണ്. ഏതുപോലെ ഒരു വ്യക്തി, അതായത് ഒരു സാധുവിനെയോ അല്ലെങ്കിൽ ഒരു സന്യാസിയോ അല്ലെങ്കിൽ ഒരു നല്ല പണ്ഡിതനെയോ കാണുമ്പോഴേ നമ്മൾ ജാതിയല്ല ചോദിക്കേണ്ടത്, അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള അറിവാണ് നമ്മൾ ചോദിച്ചറിയേണ്ടത്. മനസ്സിലായോ? വല്ലതും തിരിയുന്നുണ്ടാ? ഉച്ചക്ക് ശേഷം ചോറിന്നിട്ട് ഉറങ്ങുന്ന സമയത്താണ് ജാതി ചോദിക്കണ്ടെന്നെല്ലാം പറയുന്നല്ലേ. ജീവ ഉറങ്ങിയിട്ടല്ല? ജീവനുണ്ടാ? ജീവയ്ക്ക് ജീവനുണ്ടോന്ന് ഇന്നെങ്ങനെ ക്ലിയർ ആയിട്ട് കണ്ടു, ഇല്ലെങ്കിൽ ഇങ്ങനെ ഇപ്പത്തിങ്ങനെ ഇരിക്കുന്നതാണ് ആർക്കോ വേണ്ടിട്ട്. ഇന്ന് ഓക്കെ, ഇന്ന് സൂപ്പർ ആയിട്ടുണ്ട്. ലാസ്റ്റ്, സാധു ഭൂഖ ഭാവുക धन का भूखा नहीं, धन का भूखा जो फिरे सो तो साधु नहीं. साधु भूखा भाव का धन का भूखा नहीं, धन का भूखा जो फिरे सो तो साधु नहीं. ഹലീമ എന്തോ ഇട്ടിട്ടുണ്ട്. ഹലീമ ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട് എന്തോ. എന്താ ഹലീമ? ചാറ്റ് ചെയ്യുന്ന മദ്രസയില് എക്സാം ഉണ്ട്. എക്സാം ഉണ്ട് മദ്രസയില്? അത് വായ തുറന്ന് പറഞ്ഞേ, മദ്രസയിൽ എക്സാം ഉണ്ട് നോക്കട്ടെ. പറഞ്ഞേ, പറ. മദ്രസയിൽ എക്സാം ഉണ്ട് മിസ്സേ എന്ന് പറഞ്ഞേ, അവിടെ ഓണാക്കിട്ട്. എത്ര മണിക്ക് എക്സാം?
3 മണിക്ക്. 3 മണിക്കാ? നിങ്ങൾ അയാൾ കേട്ടോ ഹലീമയുടെ സൗണ്ട്? ഇല്ല മിസ്സേ, കേട്ടില്ല. ഒന്നുകൂടെ പറഞ്ഞു. അത് കേട്ടവർക്ക് ഭാഗ്യം. അങ്ങനെ മൊഴിയുള്ളൂ. അത്യാവശ്യം എപ്പോഴെങ്കിലും ഒരിക്കൽ മൊഴിയുള്ളൂ. 3 മണിക്ക് എക്സാം. 3:15 വരെ ക്ലാസ് ഉണ്ടാവും അല്ലെ? 3 മണിക്ക് അപ്പൊ ലീവ് അടിച്ച് പോയിക്കോ. 3 മണിയായി മിസ്സേ. 3 മണിയായോ? ഓക്കെ, കേട്ടതേ പോയി. പോയിക്കോ. പോയാ? കേട്ടതേ പോയി. ആ, കേട്ടതേ കേൾക്കാത്ത പാതി ഓടി. അത് മിസ് വായിച്ചു തരുന്നതിനിടയ്ക്ക് പിന്നെ എനിക്ക് ചാറ്റിംഗ് ബോക്സ് ഞാൻ ശ്രദ്ധിക്കുന്നില്ല. സാധു ഭൂക്ക ഭാവുക ധനിക ഭൂക നാഹിം ധനിക ഭൂക ജോ ഫിരെ സോ തോ സാധു നഹി. എ സെന്റ് വാണ്ട്സ് ഓൺലി റെസ്പെക്ട് ആൻഡ് ഫീലിംഗ്സ്. അതിന്റെ ഇംഗ്ലീഷ് കണ്ടോ? ഹി ഡസന്റ് വാണ്ട് money or worldly riches. If he runs after money, then he is not a saint in the real sense. എന്താ അങ്ങനെ പറഞ്ഞതിന്റെ മീനിങ്? ആ, ബഹുമാനവും ഫീലിങ്സ് മാത്രമേ ആവശ്യമുള്ളൂ. എന്ത് ഫീലിങ്സ് അല്ലാന്ന് പറഞ്ഞൊന്നും കൂടി. അത് നിങ്ങൾക്ക് വിട്ടുതന്നു. ലാസ്റ്റ് ദോഹയുടെ മീനിങ് പറയാൻ നിങ്ങൾക്ക് വിട്ടുതന്നു. നിങ്ങൾ പറ. does not want money and പൈസ ഒന്നും വേണ്ട. പൈസ ഉണ്ട്, പൈസയും ഉണ്ട്, സെന്റും ഉണ്ട്. പിന്നെ പറഞ്ഞേ. ഹെവൻ മുങ്ങിയ. ഹെവൻ ഭയങ്കര ഹിന്ദി ആയിരുന്നല്ലോ. പറഞ്ഞേ മിസ്സിനോട് എന്താന്ന് സംഭവം, ലാസ്റ്റ് ദോഹയുടെ മീനിങ്. ജുവാന, ഇംഗ്ലീഷ് മീനിങ് പറഞ്ഞു കേൾക്കുമ്പോ മനസ്സിലാവുന്നില്ല എന്താന്ന്? ഞാൻ പറയാം. ആ, അവസാനത്തെ ദോഹന്റെ അല്ലേ? ആ, അത് നിങ്ങൾക്ക് വിട്ടുതന്നു പറഞ്ഞുതരാൻ വേണ്ടിട്ട്. മീനിങ് അല്ലേ? ആ, മലയാളത്തിലല്ലേ പറയണ്ടേ? ആ, അതായത് ഒരു സെയിന്റ്, അതായത് ഒരു സന്യാസി ആയിരിക്കില്ലേ? ആ, സന്യാസിക്ക് ക്യാഷിന്റെ പൈസന്റെ ഒന്നും ആവശ്യമില്ല. സന്യാസിക്ക് ബഹുമാനവും പിന്നെ ഫീലിങ്സ് എന്ന് വെച്ചാല് ഫീലിങ്സ് മതി. വികാരങ്ങൾ മതി. പൈസയോ അതായത് വാക്കാലുള്ള പ്രശംസയോ അതൊന്നും വേണ്ട. വെരി ഗുഡ്, കറക്റ്റ്. സന്യാസി പൈസ പുറകെ പോയാല് അത് സന്യാസി അല്ല, അത് ലോകത്ത് ജീവിക്കുന്ന മനുഷ്യനാണ്. കറക്റ്റ്. അതായത് ഒരു സന്യാസിക്ക് പണം, ഒരുപാട് പണവും 2 നില വീട് 3-4 നിലയുള്ള വീട് വല്ലതും വേണമെന്നുണ്ടോ? വേണ്ട. അദ്ദേഹത്തിന് പൊതുവെ എന്താണ്? പൊതുവെ അദ്ദേഹം അതായത് പട്ടിണി, അത് അദ്ദേഹത്തിന് ശീലമായിട്ടുണ്ടാവും അല്ലെ? ഭക്ഷണം കഴിച്ച വിശപ്പിലെ എന്താണ്? ലളിതമായ ജീവിതം. ആ, ലളിതമായ ജീവിതം നയിക്കുന്നവരാണ് ഒരു സാധു, ഒരു സന്യാസി. ഒരു സെയിന്റ് എന്ന് പറഞ്ഞ എന്താണ്? ലളിതമായ ജീവിതം നയിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന് പിന്നെ ഒരുപാട് പണോ കാര്യങ്ങളോ ഒന്നും വേണ്ട. കേട്ടല്ലോ? അപ്പൊ ഇത്രയും ദോഹ 1 2 3 4 5 6 ദോഹയുണ്ട്. ഈ ദോഹ ഇതൊക്കെ പഠിച്ചു കഴിയുമ്പോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? എനിക്കൊരു ഡൗട്ട് ഉണ്ട്. എന്തെങ്കിലും മാറ്റം ഉണ്ടോ? എനിക്കൊരു ഡൗട്ട്. എന്താണ് ഡൗട്ട്? ഈ സൈഡിലുള്ള മൈത്തീലി തല വെച്ചേക്കുന്ന ആളുടെ പേരെന്തോന്ന്? കബീർദാസ്. കബീർ സർ. ആരോ ആണെന്ന് ചോദിച്ചോ? കബീർദാസ് ആണ് അത്, സന്യാസി. പുള്ളിന്റെ ദോഹ കൊണ്ട് വെച്ചിട്ട് പിന്നെ വേറെ എന്തെങ്കിലും ഫോട്ടോ ഉണ്ടാവുന്നോടാ? അടിയെന്നാണ് കാണിക്കുന്ന ഡെൽവിനോട്. സന്യാസി ആയതുകൊണ്ട് ഇങ്ങനെ പിടിച്ചതല്ലേ? നിങ്ങളെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അപ്പൊ ഇതിലെ 6 ദോഹയിലൂടെ ഒന്നെന്താണ്? ഒരു വ്യക്തി എപ്പോഴും നല്ല വാക്കുകൾ മാത്രമേ പ്രയോഗിക്കാൻ പാടുള്ളൂ. നല്ല സംസാരം മാത്രമേ നല്ല വാക്കുകൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അഥവാ വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എങ്ങനെ സൂക്ഷിച്ച് പെരുമാറണം? നമ്മുടെ ഹൃദയത്തിൽ വെച്ച്, മനസ്സിൽ വെച്ച്, ത്രാസിൽ തൂക്കിക്കൊണ്ട്, അളന്നുകൊണ്ട് മാത്രം സംസാരിക്കുക. അല്ലേ? നല്ല വാക്കുകളാണോന്ന്
അളന്ന് നോക്കിയിട്ട് മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ. രണ്ടാമത്തെ എന്താണ്, ഒരു മരമായാലും എന്ത് കാര്യമായാലും എന്താണ്, ഒറ്റ ദിവസം കൊണ്ട് കുറെ കൊടുത്തു കഴിഞ്ഞാൽ അതിന് ഫലം ലഭിക്കുകയില്ല. പകരം എന്താണ്, അതിന്റെ കാലാവസ്ഥ മാറ്റങ്ങൾ വരുമ്പോൾ മാത്രമേ അതിൽ നിന്ന് നമുക്ക് ഫലം ലഭിക്കുകയുള്ളൂ. അങ്ങനെ പറഞ്ഞാൽ അർത്ഥം എന്താണ്, ഒരു ദിവസം കൊണ്ട് നിങ്ങൾ ഇപ്പൊ ഒറ്റയടിക്ക് എല്ലാ വിഷയവും പഠിച്ചേക്കാന്ന് വെച്ചാൽ, അല്ലെങ്കിൽ എല്ലാ ക്ലാസ്സിന്റെയും ബുക്കുകൾ പഠിച്ചാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. മെല്ലെ മെല്ലെ പഠിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല ഫലങ്ങള് ലഭിക്കാൻ പറ്റും. മൂന്നാമത്തെ എന്താണ്, വളർന്ന് വലുതായിട്ട് ഈന്തപ്പന പോലെ വളർന്ന് വലുതായിട്ട് പ്രയോജനമില്ല. നിങ്ങളായാലും ആ ഈന്തപ്പന എന്താണ്, ഹൈറ്റിൽ പോകുന്നത് മാത്രം, പക്ഷേ ഒരാൾക്കും ഒരു തണലോ ഒന്നും തരുന്നില്ല, ഒരു കുളിർമയോ ലഭിക്കുന്നില്ല. അതുപോലെ നിങ്ങളും എന്ത് വളർന്ന് വലുതാകുന്നതല്ലാതെ ജനങ്ങൾക്ക്, നാട്ടുകാർക്ക് പ്രയോജനമില്ലാതെ വളരാൻ പാടില്ല. അതായത് വീട്ടുകാർക്കും നാട്ടുകാർക്കും പ്രയോജനമാകുന്ന രീതിയിൽ വളർന്ന് പന്തലിക്കുക. പിന്നെ എന്താ പറഞ്ഞത്, ഒരു വ്യക്തി എപ്പോഴും പെട്ടെന്ന് പ്രശംസിച്ച് പറയരുത്, മെല്ലെ മെല്ലെ മാത്രം, അല്ലേ? അങ്ങനെ പ്രശംസിച്ച് പറയുമ്പോഴാണ് ആ വ്യക്തി നന്നാവുക. അതിനാണ് എന്താണ്, ഒരു സോപ്പ് മാത്രം കിട്ടിയാൽ നമ്മൾക്ക് വാഷ് ചെയ്യാൻ പറ്റില്ല. പകരം നമുക്ക് അതിന്റെ കൂടെ എന്തും കൂടി ചേർക്കണം, വെള്ളവും കൂടി ചേർക്കേണ്ടതുണ്ട്. പിന്നെ അടുത്തത്, ഒരു സന്യാസി, ഒരു സാധുവിനോട് ഒരിക്കലും നമ്മൾ ജാതിയല്ല നമ്മൾ ചോദിച്ചറിയേണ്ടത്, പകരം അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള ഹൃദയത്തിലുള്ള അറിവാണ് നമ്മൾ ചോദിച്ചു വാങ്ങേണ്ടത്. ഏതുപോലെ, ഒരു വാള് വാങ്ങുമ്പോൾ വാൾ ഉറയുടെ സ്റ്റൈലല്ല നോക്കേണ്ടത്, മറിച്ച് ആ വാളിന്റെ മൂർച്ചയിലാണ് പ്രാധാന്യം. ലാസ്റ്റ് പറഞ്ഞത്, ഒരു സന്യാസി, അതായത് ധനവും സമ്പത്തൊന്നും അദ്ദേഹത്തിന് വേണമെന്നില്ല, ലളിതമായ ജീവിതമാണ് ഒരു സന്യാസി നയിക്കുന്നത്. ആ ലളിതമായ ജീവിതത്തിലും എന്താവും, നമുക്ക് ജീവിച്ച് മുന്നേറാൻ പറ്റും എന്നാണ് ഈ ദോഹയുടെ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ക്ലാസ് കട്ടാവാറായി. ഈ പാഠഭാഗം 4-5 പ്രാവശ്യം വായിക്കുക. അതിന്റെ വേർഡ് മീനിങ്ങും സമാനാർത്ഥി ശബ്ദം വിലോമ ശബ്ദവും ഇന്ന് തന്നെ എഴുതി നോട്ടിലേക്ക് എഴുതി വെച്ചിട്ട് അയച്ചിരുക. ആരാധന വിജയിച്ച ഗൾഫ് എവിടുന്നോ ടാറ്റാ ബൈബേലും പറയുന്നുണ്ട്, അതായത് അല്ലേ, ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ പോയിട്ട് ഇങ്ങനെ ഇതുപോലെ പറയുന്നുണ്ട്. അപ്പൊ അതിന് ശബ്ദാർത്ഥ വേർഡ് മീനിങ്, സമാനാർത്ഥി ശബ്ദ, വിലോമ ശബ്ദ. 5ാമത്തെ ലെസന്റെ വിലോമ ശബ്ദ വരെ നിങ്ങളുടെ നോട്ടിൽ ബുക്കിൽ വേണം. 5 പാഠം. അതിൽ ക്വസ്റ്റ്യൻ ആൻസർ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. ഇത് നന്നായിട്ട് വായിച്ചു പഠിക്കുക. ഓക്കെ. അപ്പൊ 3ാമത്തെ ലെസൺ ശനിയാഴ്ച 10 മണിക്ക് എക്സാം ഉണ്ടായിരിക്കുന്നതാണ്, മറന്നുപോലെ. ഓക്കെ അല്ലേ, എല്ലാവരും റെഡി അല്ലേ? യെസ്. ഒക്ടോബർ 1st വീക്കിലെ എക്സാമിന് എല്ലാവരും എഴുതി നന്നായിട്ട് പഠിക്കുക. ശനിയാഴ്ച ശനിയാഴ്ചയാണോ? ആ, മറ്റന്നാള് ബുധനാഴ്ച, സോറി, ഇന്ന് ബുധൻ, വ്യാഴം, വെള്ളി, ശനി. ഓക്കെ അല്ലേ? എല്ലാവരും നന്നായിട്ട് പഠിക്കുക. വേർഡ് മീനിങ്, ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ എഴുതി പഠിക്കും. ഓക്കെ. എത്ര പ്രാവശ്യം വായിക്കുക ലെസൺ? 4. ആരാധ്യ 4, 3 ജസ്റ്റസ്, ആതിര 3, ജുവാന 3, ഡെൽവിൻ പറഞ്ഞതേ ഇല്ല.